ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഉള്ളത് എൻ്റെ പേഴ്സണൽ ലൈഫ്, ഐ ടോൾഡ് ഐ എം എ ഡോക്ടർ. സോ ഇതിന് ശേഷം ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഓരോ രോഗികളെ കാണുമ്പോഴും ഞാൻ വെൻ ഐ ഗോ ഫോർ ഡ്യൂട്ടി ഈ കൊന്ത എപ്പോഴും എൻ്റെ പോക്കറ്റിലുണ്ടാകും. വെൻ ഐ ഗോ ഫ്രം വൺ ബെഡ് ടു ദി നെക്സ്റ്റ് ബെഡ് ഐ ഓൾവേസ് പ്രേ. ഒരു നന്മ നിറഞ്ഞ കർമ്മ ചൊല്ലിയിട്ടാണ് ഞാൻ അടുത്ത ബെഡിലേക്ക് പോകുന്നത്. സോ ഇൻ ICU എപ്പോഴും അസുഖം മാറുന്നവരായിരിക്കില്ല, ദേ ഹാവ് ടെർമിനലി ഇൽ, നമ്മളുടെ എൻഡ് ഓഫ് ലൈഫ് കെയർ എന്നുള്ള പ്രൊസീജിയർ, അതായത് ജസ്റ്റ് മരണത്തിന് കാത്ത് കിടക്കുന്നവരുണ്ടാകും. എന്നിരുന്നാലും ഞാൻ ഇന്ന് ഡോക്ടർ എന്നുള്ള രീതിയിൽ എടുക്കുന്ന ഡിസിഷൻ ഇറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ് ഫോർ ദ പേഷ്യൻ്റ് ആൻഡ് ദ ഫാമിലി എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിപ്പോൾ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. അതുപോലെ ബൈസ്റ്റാൻഡേഴ്സിനോട് ബ്രീഫ് ചെയ്യാൻ പോകുമ്പോഴും ദൈവമേ അങ്ങ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഈ കുടുംബത്തിനോട് എന്നിലൂടെ പറയാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്നിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പ്രൈസ് ദ ലോർഡ്. പിന്നെ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് കുറച്ച് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പം പ്രാർത്ഥന, ശുശ്രൂഷ കേൾക്കുക, ഇതൊക്കെ ഇറ്റ് വാസ് ഈസി ഫോർ മീ. ഉപാസന പത്രം കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഇവിടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൺ തിങ് ദാറ്റ് സ്ട്രൈക്ക് മീ വാസ് നിങ്ങളുടെ സ്റ്റാറ്റസ് മാറ്റി വെക്കണം. എന്നിരുന്നാലും എൻ്റെ മനസ്സുകൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൃപാസനം പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തും ചെയ്യാൻ പറ്റണം.